ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു മെത്തേഡ് പഠിക്കാൻ പോവാണ്. അതായത് ഗ്രാഫിക് മെത്തേഡ് കൂടാതെ ഡ്യുവാലിറ്റി, അതേപോലെ നെക്സ്റ്റ് ഒരു മെത്തേഡാണ് സിംപ്ലെക്സ് മെത്തേഡ്. ദാറ്റ് ഈസ് in the previous questions that we had solved, we had only few variables, അല്ലെങ്കിൽ നമുക്ക് 2 variables മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ അങ്ങനെ 2 variables മാത്രം ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ we can solve it using graphic method. But there are situations where there are more variables. It is not just limited to 2 variables. അങ്ങനത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് we can only use simplex method. So in that situation, we are using a simplex method, that is when there is large number of variables. Then it is said to be an iterative process. We use simplex method use ചെയ്തിട്ട് question solve ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു procedure ഒക്കെ follow ചെയ്തിട്ട് ആയിരിക്കും പിന്നീട് നമ്മുടെ optimum solutionലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവുക. And it is said to be an iterative process. നമുക്കിതുപോലെ ഈ സിംപ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്ത് റിഡൻഡന്റ് കൺസ്ട്രെയിൻസ്, അൺബൗണ്ടഡ് സൊല്യൂഷൻ, മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ എങ്ങനെയായിരിക്കും നമ്മൾ ഇനി ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ, അതുകൂടാതെ സബ്ജക്ട് ടു സർട്ടൻ കൺസ്ട്രെയിൻസ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു മാത്തമാറ്റിക്കൽ മോഡലിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാണ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പിന്നെ എന്ത് ചെയ്യും, ഈ മാത്തമാറ്റിക്കൽ മോഡൽ വി വിൽ പ്രസന്റ് ഇറ്റ് ഇൻ എ ടേബിൾ. ആ ടേബിളിനെ വിളിക്കുന്ന പേരാണ് സിംപ്ലെക്സ് ടേബിൾ. ദെൻ ഈ ടേബിൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്തിട്ട് ഇറ്ററേഷൻ വരെ നമ്മൾ സോൾവ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഒരു ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്തുക. എപ്പോഴാണ് നമുക്ക് ആ ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്തുക എന്ന് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫർദർ ഇംപ്രൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷണാലിറ്റി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ദെൻ എന്താണ്, നമ്മൾ ആ ഒപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. So we look into the problem and then we will get a better understanding as to how to do it. Then ഇവിടെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേരിയബിളിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്തിട്ട് പിന്നീട് വേറൊരു വേരിയബിളിനെ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒരു ബേസിക് വേരിയബിളിനെ ഇറ്റ് വിൽ ബി റിമൂവ്ഡ്, ദെൻ അത് വേറൊരു വേരിയബിളായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ സിംപ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ നമ്മുടെ ആ കണ്ടീഷണാലിറ്റി ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. റൈറ്റ്, സോ വി ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് യു ഹാവ് ടു സോൾവ് ദിസ് LPP യൂസിങ് സിംപ്ലെക്സ് മെത്തേഡ്. ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സിംപ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് കൺസ്ട്രെയിൻ ഉണ്ട്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ സബ്ജക്ട് ടു സെർട്ടൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഉണ്ട്, ദെൻ സബ്ജക്ട് ടു സർട്ടൻ കൺസ്ട്രെയിൻസ്. ഇവിടെ മാക്സിമൈസേഷൻ്റെ പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ദാറ്റ് ഇസ് z is equal to 12x1 plus 16x2, that is our objective function. Then next it is subject to certain constraints, that is 10x1 plus 20x2 less than or equal to 120, 8x1 plus 8x2 less than or equal to 80, and lastly we have the inequality, that is x1 and x2 should be greater than or equal to, so that is non-negativity ആയിരിക്കണം. റൈറ്റ്, ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞു ഒരു വേരിയബിൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേറൊരു വേരിയബിളായി നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്ന്. സോ ഇവിടെ സ്ലാക്ക് വേരിയബിൾ എന്നൊരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും അതേപോലെ കൺസ്ട്രെയിൻസിലും ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി സ്ലാക്ക് വേരിയബിൾ? ദാറ്റ് ഈസ് നമ്മുടെ ആ കൺസ്ട്രെയിൻ ഇനീക്വാളിറ്റി ഫോമിലായിരിക്കുമല്ലോ ഉണ്ടാവുക, അതിനെ ഇക്വാളിറ്റിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിളിനാണ് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുക. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദിസ്. ദാറ്റ് ഈസ് സൊല്യൂഷൻ നമ്മൾ എഴുതുമ്പോൾ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് കൺസ്ട്രെയിൻ ഇവിടെ എഴുതി, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ എഴുതി, ദാറ്റ് ഈസ് z is equal to 12x1 plus 16x2, that is subject to certain constraints, that is 10x1 plus 20x2. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യത്തെ സ്ലാക്ക് വേരിയബിൾ s1 ആഡ് ചെയ്യാൻ പോവാണ്. ദെൻ സെക്കൻഡ് കൺസ്ട്രെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ 8x1 plus 8x2 പ്ലസ് സെക്കൻഡ് സ്ലാക്ക് വേരിയബിൾ ദാറ്റ് ഈസ് s2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് സ്ലാക്ക് വേരിയബിൾസ് ഹാവ് ടു കം ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആസ് വെൽ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, z is equal to 12x1 plus 16x2
plus 0s1, അതായത് ഇവിടെ s1ന്റെ വാല്യൂ 0, then plus 0s2 എന്നാവും. അപ്പോൾ നമ്മുടെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? x1, x2, s1, s2. All these should be greater than or equal to 0. സോ ഇതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു, ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് ഹാസ് ടു ബി പ്രസൻറ്റഡ് ഇൻ എ ടേബിൾ. സോ അതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ സിംപ്ലെക്സ് table. So this is the format of an initial simplex table. So clearly note down what all are the rows and columns that you have to draw. So we have CBI, CJ, then we have basic variable, solution and ratio. So ഈ കാര്യങ്ങളൊക്കെ ആദ്യം എന്ത് ചെയ്യും? ഈ 5 കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക. CBI, CJ, basic variable, solution and ratio. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. റൈറ്റ്, അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് CJ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? CJ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യന്റ്. എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? 12x1 plus 16x2 plus 0s1 plus 0s2. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിൻ്റെ കോഎഫിഷ്യന്റ് നോക്കിയേ, ദാറ്റ് ഈസ് 12, 16, 0, 0. അതെന്ത് ചെയ്യുക? അത് ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് ഈ നമ്പേഴ്സ് ആണ് ഇവിടെ 12, 16, 0, 0 എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. സോ CJന്റെ വാല്യൂസ് എന്തായി? ഇറ്റ് ഹാസ് ബീൻ റിട്ടൺ. നെക്സ്റ്റ് അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ ബേസിക് വേരിയബിൾസ്. നേരത്തെ നമ്മുടെ ബേസിക് വേരിയബിൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് x1, x2, s1 ആൻഡ് s2. അത് ബേസിക് വേരിയബിൾ എന്ന കോളത്തിന് താഴെയായിട്ട് എഴുതാം. അതായത് കോളത്തിന് താഴെയായിട്ട് ഇവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതായത് നമ്മളിപ്പോൾ പിന്നീട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 2 വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, s1 ആൻഡ് s2. s1 ആൻഡ് s2 എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ബേസിക് വേരിയബിൾ താഴെയായിട്ട് ഇവിടെ എഴുതുക. റൈറ്റ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്തതായിട്ട് ദാറ്റ് ഇസ് ഇനി നോക്കൂ, ദാറ്റ് ഇസ് CBI എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ബേസിക് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇനി അവിടെ എഴുതേണ്ടത്. സോ ബേസിക് വേരിയബിളിലെ കോഎഫിഷ്യൻസ് ഒക്കെ എന്തൊക്കെയാണ്? ആ ബേസിക് വേരിയബിളിലെ കോഎഫിഷ്യൻസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദി കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ആ കൺസ്ട്രെയിൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഏതൊക്കെയാണ്? ദാറ്റ് ഇസ് വി ഹാവ് 10x1 plus 20x2 plus s1 is equal to 120, 8x1 plus 8x2 plus s2 is equal to 80. ഇതാണ് നമ്മുടെ 2 കൺസ്ട്രെയിൻസ്. ക്ലിയർ? സോ ഈ കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദി ടേബിൾ. ഇനി ആ ടേബിളിലേക്ക് നോക്കുക. ടേബിളിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്? ദാറ്റ് ഇസ് ഇവിടെ x1ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 10, x2ന്റെ കോഎഫിഷ്യന്റ് 20, s1ന്റെ കോഎഫിഷ്യന്റ് ഇറ്റ് ഇസ് 1. ദെൻ ഇവിടെ s2 ഇല്ല. സോ എന്താണ്? അവിടെ നമ്മൾ 0 ആയിട്ട് എഴുതി. ദെൻ വി ഹാവ് 120. Similarly for the second constraint also എന്ത് ചെയ്യുക? ഇതുപോലെ x1ന്റെ കോഎഫിഷ്യന്റ് is 8, then x2ന്റെ കോഎഫിഷ്യന്റ് is also 8, s1 ഇവിടെ ഇല്ല, s1 ഇല്ല. അപ്പോൾ എന്താണ്? ഇത് 0. അപ്പോൾ s1ന്റെ കോളത്തിൽ നമ്മളിവിടെ 0 എഴുതി. ദെൻ നെക്സ്റ്റ് എന്താണ്? അതുകൂടാതെ then we have the 80. s1 is value 1, then 80 എഴുതി. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ വാല്യൂസ് ഒക്കെ നമ്മളിവിടെ എഴുതി. ദാറ്റ് ഈസ് ദി ബേസിക് കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ഒക്കെ നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ZJ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ആ ടേബിളിൽ ഇരുന്ന ഒരു എലമെന്റ് ആണ് ദാറ്റ് ഈസ് ദി ZJ എന്നുള്ള കാര്യം. ZJ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വി ഹാവ് എൻ ഇക്വേഷൻ ഫോർ ദാറ്റ്. ബട്ട് അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് നമ്മുടെ ബേസിക് വേരിയബിളിൻ്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു x1 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0 into 10 plus 0 into 8. ലെറ്റ്സ് സീ അത് നമുക്ക് എങ്ങനെ കിട്ടി? അതായത് 0 into 10 plus
0 into 8. 0 into 10 plus 0 into 8. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ വാല്യൂ കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് 0 into 20 plus 0 into 8. 0. Then we have 0 into 1 plus 0 into 0. അതേപോലെ 0 into 0 plus 0 into 1. Then അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടുന്നത്. 0 പിന്നെ അതേപോലെ ഇവിടെയും 0 into 120 plus 0 into 80 ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. Now we have these values. അതാണ് CBI into x1 that is 0 into 10. അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ZJ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ വാല്യൂസ് ഇവിടെ എഴുതാം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBIൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ZJ വാല്യൂസ് വിൽ ഓൾസോ ബി 0. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ദാറ്റ് ഈസ് വി ഹാവ് ടു കമ്പയർ ദി CJ വിത്ത് ZJ. യെസ്, ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് CJ വിത്ത് ZJ നമ്മൾ കമ്പയർ ചെയ്യണം. ആ കമ്പയർ ചെയ്യുന്നതിനുള്ള ഫോർമുല എന്താണ്? അത് CJ മൈനസ് ZJ. അപ്പം നമുക്ക് ലിസ്റ്റ് ചെയ്യാം നമ്മുടെ ഏതൊക്കെയാണ് നമ്മൾ CJ വാല്യൂസ് ZJ വാല്യൂസ്. CJ ഏതൊക്കെയാണ് 12, 16, 0, 0. ദെൻ ZJ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 0, എല്ലാം വാല്യൂസും 0. സോ നമുക്ക് എന്ത് ചെയ്യാം ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 12 minus 0, 16 minus 0, 0 minus 0, 0 minus 0. സോ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ കോളത്തിൽ എഴുതാം. 12, 16, 0 and 0. CJ minus ZJ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് കണ്ടീഷണാലിറ്റീസ് ഉണ്ട്. ആ കണ്ടീഷണാലിറ്റീസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിലാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുക ഓരോ ഇറ്ററേഷനിലേക്ക് നമ്മൾ പോവുക. സോ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം മാക്സിമൈസേഷൻ ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും CJ മൈനസ് ZJ ഷുഡ് ബി ലെസ് ദാൻ 0. അതായത് എന്താണ് നമുക്ക് ഒന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് കിട്ടുന്നെങ്കിൽ 0 ആയിരിക്കണം കിട്ടേണ്ടത്. നേരെ മറിച്ച് മിനിമൈസേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും CJ മൈനസ് ZJ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇറ്റ് ക്യാൻ ബി എനി പോസിറ്റീവ് വാല്യൂസ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത് മാക്സിമൈസേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇറ്റ് ഷുഡ് ബി ഈദർ 0 അല്ലെങ്കിൽ നെഗറ്റീവ്. പക്ഷേ ഇനി നോക്കിയേ നമുക്ക് നമ്മുടെ CJ മൈനസ് ZJ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കുക. എന്താണ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താണ് നെഗറ്റീവ് അല്ലെങ്കിൽ 0 വാല്യൂസ് ആണ് കിട്ടുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ഫുൾഫിൽ ദി ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ. ഒപ്റ്റിമാലിറ്റി ഫുൾഫിൽ ചെയ്യുന്നില്ല അല്ലേ, ഇവിടെ അത് ഫുൾഫിൽ ചെയ്യുന്നില്ല. സോ ഇനി എന്ത് ചെയ്യേണ്ടി വരും ഇതിൽ CJ മൈനസ് ZJ ആ CJ മൈനസ് ZJൻ്റെ ഏറ്റവും ഗ്രേറ്റർ മാക്സിമം വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. മാക്സിമം വാല്യൂ എന്താണെന്ന് നോക്കിയേ CJ മൈനസ് ZJയുടെ ഏറ്റവും മാക്സിമം വാല്യൂ ഇത് 16. ഇവിടെ 16 നമ്മൾ എന്തിനാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 16 എന്തിനാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് നമുക്ക് ഫർദർ ഇറ്ററേഷനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്ന് ദാറ്റ് ഈസ് കീ എലമെൻറ്റ്, കീ റോ, കീ കോളം. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ട്. സോ ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു 16 ആണ് നമ്മുടെ CJ മൈനസ് ZJൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ കണ്ടു അല്ലേ. സോ ആ ഒരു പെർട്ടിക്കുലർ കോളം എന്ത് ചെയ്യുക അത് മാർക്ക് ചെയ്യുക. ഈ കോളം മാർക്ക് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. ആ കോളം നമ്മൾ എന്താണ് വിളിക്കുക? ഇറ്റ് ഈസ് നോൺ ആസ് കീ കോളം. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇവിടെ നോക്കുക നമ്മുടെ ആ ടേബിളിൽ നമ്മൾ വരച്ച സമയത്ത് ദിസ് പോർഷൻ അതായത് റേഷ്യോ പോർഷൻ എന്ത് ചെയ്തു? റേഷ്യോ പോർഷൻ ഇസ് നോട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ റേഷ്യോ പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇനി ആ റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്ലിയർ? സോ ആ റേഷ്യോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും എന്താണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒന്ന് അതിൻ്റെ സൊല്യൂഷൻ കോളവും ദെൻ കീ കോളമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുക. സോ
ഫസ്റ്റ് വൺ നോക്കിയേ, അതായത് S1-ന്റെ ആ വേരിയബിളിന്റെ നോക്കിയേ, ആ ഒരു പെർട്ടിക്കുലർ ദറ്റ് ഈസ് 120 ആണ് നമ്മുടെ സൊല്യൂഷൻ. വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദി കീ കോളം. നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തു കീ കോളം എന്ന് പറയുന്നത് 28. ഇതാണ് നമ്മുടെ കീ കോളം. സോ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 120 ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 6 ഇവിടെ എഴുതി. ദെൻ 80 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 10. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. സോ ഈ റേഷ്യോ കോളം നമ്മൾ ഫിൽ ചെയ്തു. അടുത്തതായി നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണ്? ഹിയർ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീ റോ എന്നൊരു കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? കീ റോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഈ റേഷ്യോ കോളത്തിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. മിനിമം ആയിട്ടുള്ള വാല്യൂ ഏതാണ്? ഇത് 6. അതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഏതാണെന്ന് നോക്കുക. സോ ദിസ് 10, 20, 1, 0, 120 ഇതാണ് ആ കറസ്പോണ്ടിങ് റോ എന്ന് പറയുന്നത്. സോ ആ റോ ഫുൾ എന്ത് ചെയ്യുക? അത് സെലക്ട് ചെയ്യുക. ദാറ്റ് വിൽ ബി നോൺ ആസ് ആർ കീ റോ. ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ കീ എലമെന്റ്. കീ എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പം നമ്മളിതുപോലെ ഒരു റോവും ഐഡന്റിഫൈ ചെയ്തു, ഒരു കോളവും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സോ അതിലൊരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ കീ എലമെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുക. റൈറ്റ്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് സെറ്റ് ടു ബി 10, 20 ഇതാണ് നമ്മുടെ കീ റോ, 28 ഇതാണ് നമ്മുടെ കീ കോളം. ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് സെറ്റ് ടു ബി 20. സോ 20 is known as our key element. ഓക്കെ. ഇനി വേറൊരു കാര്യം നമ്മൾ പറഞ്ഞത് എന്താണ്? അതായത് ഒരു വേരിയബിൾ റിമൂവ് ചെയ്ത് വേറൊരു വേരിയബിൾ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? We have to look into the table and identify the entering variable and the leaving variable. ഏത് വേരിയബിൾ ആണ് ലീവ് ചെയ്യുന്നത്, ഏത് വേരിയബിൾ ആണ് എൻ്റർ ചെയ്യുന്നത്? സോ ഇവിടെ നോക്കുക, S1 എന്നുള്ളത്, ദാറ്റ് ഈസ് S1 is said to be the leaving variable. S1 ഇനി ഉണ്ടാവില്ല. Then next we have the X2 ആണ് നമ്മുടെ entering variable is the X2.